ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ചോദിച്ചു എന്റെ കയ്യിന് എന്താ പറ്റിയത്, കയ്യിനൊക്കെ എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ പറഞ്ഞിരുന്നത്. സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയാണ്ട് ഞാൻ അവിടുന്ന് പോരുന്ന വഴിക്ക് ഫ്രണ്ടിൽ കൂടെ ഒരു കാറ് പോയി. അതായത് റോഡിൽ കൂടെ കാർ പോകുമല്ലോ. അപ്പോൾ ആ കാറ് സഡൻ ബ്രേക്ക് ഇട്ടു. അതിന്റെ ബാക്കിൽ എന്ത് ചെയ്തു, ഞാൻ സ്കൂട്ടറിലാണ് പോയിനെ. ആ കൂട്ടുകാരന്റെ വണ്ടിയാണ് വന്നത്, എന്റെ വണ്ടിയല്ല, കൂട്ടുകാരന്റെ വണ്ടി കൊണ്ടാണ് ഞാൻ പോയിനെ. പുതിയൊരു വണ്ടി കൂടി ഞങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ആ കാർ നിർത്തിയപ്പോൾ ഞാനും നിർത്തി. ബാക്കിൽ ഒന്നൊരു ലോറിക്കാരൻ, മൂപ്പർക്ക് ബ്രേക്ക് കിട്ടിയില്ല എന്നാ തോന്നണേ. ബ്രേക്ക് പിടിച്ചോന്നല്ല, അത് അത്യാവശ്യം ലോഡിലൊരു വണ്ടിയാണ്. ഞാൻ അതിന്റെ വണ്ടിന്റെ ഫോട്ടോ ആണെന്ന രീതിയിൽ കൊടുക്കട്ടോ. അപ്പോൾ എന്നാണ്ട് ഒരു ഒറ്റയടി, അതായത് ഞാൻ ആ ഫ്രണ്ടത്തെ കാർമീൻ ജാമായി, ഫ്രണ്ട് ഭാഗം ആ കാർമീൻ ജാമായി, ബാക്ക് ലോറിമീൻ. അപ്പോൾ അങ്ങനെ ഒരു ആക്സിഡന്റിൽ പറ്റിയാണ് ഇവിടെ ചെറിയൊരു സ്ക്രാച്ചും ഇതിന് ശതമാനമുള്ളത്. ഞാൻ തീർന്നു വിചാരിച്ചു ഇതുമ്മ കിട്ടിയാൽ വലിയ എന്തോ അല്ലെന്നില്ല. എന്താ അമ്മക്ക് എന്താ പറയാ, വിളിച്ചു പറയുമ്പോ അങ്ങക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇതൊന്നും അറിയില്ലല്ലോ. നേരത്തെ ഉറങ്ങാണി, ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഉറങ്ങാണി. സർപ്രൈസ് വന്നുങ്ങാണ്ട് വാതിലൊക്കെ തുറന്ന് നോക്കും. ഞാനിപ്പോ റൂമ് കയറി, അതില് വന്നുകാണ്ട് ലൈറ്റ് ഇടുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ കജ്ജൊക്കെ കെട്ടിങ്ങാണ്ട് പൊട്ടിങ്ങാണ്ട് വന്ന് ഇതാണ് ആ സർപ്രൈസ് കൊടുത്തുങ്ങാണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനെന്ത് കാട്ടാനാ കേസ്, കാരണം നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം സർപ്രൈസാ ഇങ്ങനെ വരുന്ന സർപ്രൈസാ. അപ്പൊ ഗൈസ് ഇതിന്റെ ഫുൾ വീഡിയോ ഇതൊക്കെ നിങ്ങൾ കണ്ടോളി. ഗൈസ് നമ്മളിപ്പോ സ്റ്റേഷനിലാണുള്ളത്, പാണ്ടിക്കാട് സ്റ്റേഷനിലാണ്. വണ്ടി ഞങ്ങൾ ഒത്തുതീർപ്പാക്കിന് കേസാക്കാതെ വണ്ടി തട്ടിയ ആൾക്കാരും പിന്നെ ഞങ്ങളും പാടെ ഒത്തുതീർപ്പാക്കി, കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പം നബീലും ഇവന്റെ വണ്ടിയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറയണ്ടോ വണ്ടിനെ പറ്റി? എന്ത് പറയാന്, വണ്ടി നമുക്ക് ഇതിന് ഇൻഷുറൻസിന് കൊടുക്കും. വണ്ടിന്റെ കാര്യം പ്രശ്നമില്ല. അവന്റെ കയ്യിൽ ചെറിയൊരു പൊട്ടും ചതവും ഉണ്ട്, അതിനേ ഉള്ളൂ. എനക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ കോളേജിലൊക്കെ നമ്മൾ ഡീലാക്കി ഇട്ടേക്കണേ. ഇപ്പൊ സ്റ്റേഷനിൽ കയറി കണ്ട് എന്തായാലും പറയണ നോക്കട്ടെ. കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല തന്നെ നമുക്ക് അങ്ങനെ പോകാറില്ല. എന്നിട്ട് പിന്നെ എന്താ നോക്കിയിട്ട് അതിനകത്ത് ചെയ്യണം. അവന്റെ വണ്ടി കുറച്ച് അപ്പുറത്താണ് കിടക്കണേ. ഞാൻ വണ്ടി എടുത്തിട്ട് നമ്മളെ നാട്ടിൽ കൊണ്ടുപോകണം, എന്നിട്ട് അവിടെ ഷോറൂമിൽ കൊണ്ടുപോയി. അതാണ് ഇപ്പൊ അവസ്ഥ. അവിടെ ഇരിക്കണം, കയ്യ പൊടിഞ്ഞിരിക്കണ്. സ്റ്റേഷനിൽ എന്താ പറയുന്ന അറിയില്ല, നോക്കട്ടെ. അപ്പോ കേസിന് വന്ന ചെറുക്കം ഇപ്പന്റെ വണ്ടിയാണ് നമ്മൾ തട്ടിയത്. എന്നിട്ട് ഓന്റെ ഫോൺ എടുത്തുകൊണ്ട് നമുക്ക് ഫാൻസിനെ കൂട്ടണം, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും. ഇൻസ്റ്റാഗ്രാമിൽ ഇതാക്കണ ഫോളോ ചെയ്യിപ്പിച്ച, ഓനെ കൊണ്ട് സബ് ചെയ്യിപ്പിച്ച, ഓന്റെ വണ്ടിയാണ് തട്ടിയത്. നമുക്ക് ഓനിപ്പോ നമ്മള് കമ്പനിയായി, തട്ടിലും മുട്ടലൊക്കെ ഉണ്ടാവും, അത് നോക്കിട്ട് നമുക്ക് കാര്യമില്ല. ഓന്റെ ഫോൺ എടുത്താണ് സബ് ചെയ്യിപ്പിച്ച. ഞങ്ങളെ വണ്ടിന്റെ താക്കോല് കിട്ടിക്കണേ. നമ്മളെ ആക്സിഡന്റ് ആയ വണ്ടിന്റെ താക്കോല് കിട്ടിക്കണേ. ഇവിടെയാണ്. അപ്പൊ നമ്മള് സെറ്റിൽമെന്റിലാണ്, പരാതിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു പേയ്മെന്റ് ഒരാളാണ്, നഷ്ടപരിഹാരം ഒരു തരാന്ന് പറഞ്ഞു. നമ്മൾക്ക് ആക്സിഡന്റ് പറ്റിന്റെ ഹോസ്പിറ്റലിൽ ചെലവും കാര്യങ്ങളൊക്കെ ഓല് ഇതാക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പരാതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മള് ഓൽക്കും വലിയ ശല്യം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യാണ്. കാരണം ആകെ ഇതുമ്മ ഒതുങ്ങി. ഞാൻ വിചാരിച്ചു ആ വരവ് കണ്ടപ്പോ എന്തേലൊക്കെ തീരുമാനമായി വിചാരിച്ചു. കാരണം വണ്ടി കണ്ടാല് അങ്ങനെയാണ് അതിന്റെ കോലം. ഞാൻ ഫോട്ടോ കാട്ടിത്തരാം, ലോറിന്റെ ഫോട്ടോ കാട്ടി കൊടുത്തിരുന്നു. ഞാൻ കാണിച്ചില്ല. വണ്ടി സ്കൂട്ടി എന്നൊക്കെ പറഞ്ഞാല് ചതഞ്ഞിക്കണ്. സ്കൂട്ടിന്റെ അവസ്ഥ കാണിച്ചില്ല. ഇതാണ് വണ്ടി. ഈ സാധനം വന്നിട്ട് എന്റെ ബാക്കിലിടിച്ചില്ല, എന്റെ സ്കൂട്ടറിനെ. ഞാൻ നേരെ ചെന്നിട്ട് ഫ്രണ്ടിലെ കാറിനും ചെന്നിട്ട് ഇവരിടിച്ചപ്പോ ഞാൻ ഫ്രണ്ടിൽ ഇതിനെ കൊണ്ടുവന്ന് ചാമ്പി. സെന്ററിൽ ഞാൻ ലോക്കായി. വണ്ടി ഇങ്ങനെ ചെരിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചതഞ്ഞു പോയി കഴിച്ചു. തിരിച്ചു പോയാണ്ട് വണ്ടി എടുത്താണ്ട് നമ്മള് നേരെ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുക്കണം. ഗുഡ്സ് ഇട്ട് നോക്കാം. ഇവിടെ അങ്ങാടിയിൽ എവിടെയെങ്കിലും നമുക്ക് ഗുഡ്സ് ഉണ്ടോ നോക്കാം. ഇനി എന്തായാലും നമുക്ക് ഇനി നേരെ ഇവിടെ നിന്ന് മടങ്ങാം. സബ്സ്ക്രൈബേഴ്സിൽ വന്നിരിക്കണേ. എല്ലാ വീഡിയോയും കാണലുണ്ടോടാ? ആണോ? ഒരു വീഡിയോ ഏതാ പറഞ്ഞ അപ്പൊ കാണലുണ്ട് കേട്ടോ. ഇജ്ജ് കാണലുണ്ടോടാ? നിങ്ങളൊക്കെ എത്രയില് പഠിച്ചിന്? പിന്നെന്താ, എനിക്ക് ഒരു ഫോട്ടോ 100 ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തോ. വേറെന്താ പാട്ടി ഫസൽ ഫാമിലിയാണല്ലോ ഇഷ്ടപ്പെട്ട യൂട്യൂബ്. യൂട്യൂബിൽ ഡൗട്ടുകൾ നാളെ മറ്റന്നാളെ കയറ്റി കള്ളമാരെ
അത് പെരക്കാരോടൊക്കെ പറയണ്ടോ സപ്പോർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ? ഡ്രസ് എടുത്ത പെരുന്നാക്ക് നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുത്തില്ലടാ പെരുന്നാക്ക്? സെറ്റ് അല്ലേ? ഒക്കെ കഴിഞ്ഞ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടി. സെറ്റിൽമെന്റ് ചെയ്താണ് ഓല് പോയി അങ്ങനെ ഓല പോണ്. ഞമ്മക്ക് ഒരു ഗുഡ്സപ്പിട്ട് ശ്വാസം നേരെ പോണത് ഇവിടുന്ന് അങ്ങാടിന്ന് ചോദിച്ചോക്കാം. ഗുഡ്സ് ഇട്ടിട്ട് നമുക്ക് ആ വണ്ടി കൂടി കൊണ്ടുപോണ്ട് പോകണം. ഇതാണ് വണ്ടി സ്റ്റാർട്ട് ആവുണ്ടോ നോക്കാം. സ്റ്റാർട്ട് ആയിട്ടില്ല നമുക്ക് ഗുഡ്സിൽ കൊണ്ടുപോവാം. സ്റ്റാർട്ട് ആവുന്നുണ്ട് പക്ഷെ ഹാൻഡില് ആണോ തുള്ളില്ല. ഇത് ഒന്ന് ഓട്ടാൻ പറ്റുണ്ടോ നോക്കി നോക്കും. ജസ്റ്റ് ഓട്ടി നോക്ക്. ഹാൻഡിൽ നല്ല ബെൻഡ് ഉണ്ട്. ഓക്കെ ആണോ? ആ പോണ് ഓക്കെയാണോ? ചോദിച്ച ആളാണ് പോയത്. ഞാൻ നമ്മക്കും പിന്നാലെ പോയല്ലേ. നമ്മൾ വടപുറം എത്തി. നമ്മൾ ഇവിടെ ഹോണ്ടന്റെ ഷോറൂമിൽ എത്തിക്കണ്. ഇവിടെ നമ്മളെ നാട്ടിലത്തെ ആളെന്നെയാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഇതിൽ കുഴങ്ങില്ലേ നോമ്പ് വെച്ചിട്ട്? ഇമ്മാന്റി വല്യമ്മാന്റിയും തൊള്ളിന്ന് കിട്ടാതൊന്നുമില്ല. സത്യം ഉമ്മമാരുടെ ഒക്കെ പൂതി ഞാൻ എന്തോ കാട്ടിക്കാടുന്ന നമ്മളെ വണ്ടി ഇങ്ങോട്ട് ഒന്ന് തട്ടിയാൽ ഉമ്മമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് ആരും പോകാൻ പറഞ്ഞത് അതാണ്. വേറെ വണ്ടി ലോറി എന്താണ് ജാമായി. നല്ല അവസ്ഥയാട്ടോ. ഇവിടെ ഒന്ന് ചോദിച്ചു പോകാൻ പറഞ്ഞു. വണ്ടി നന്നാക്കാൻ പറഞ്ഞ പോകാൻ ചോദിച്ചാൽ വണ്ടി പൊളിച്ചാനാണോ പറഞ്ഞത്. സംഭവം പറഞ്ഞു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരിക്കണം. പിന്നെ സ്പോട്ടിന്റെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പം കാര്യങ്ങൾ കൊടുത്തു. ഇനിയിപ്പോ അവന്റെ RC ഇൻഷുറൻസിന്റെ ഇതും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാണ്ട് വരണം. എന്തായാലും മാക്സിമം ഒരു മാസത്തിന്റെ ഉള്ളില്. ചെക്ക് എടുത്തിട്ട് 6 മാസം. ഇതൊരു സ്ക്രാച്ച് പോലും ആയിട്ടില്ല. എടുത്തിട്ട് 6 മാസം എന്നിട്ട് സ്ക്രാച്ച് പോലെ എടുത്തില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയാണ്ട് വലിയ സ്ക്രാച്ചല്ല സ്ക്രാച്ചല്ല വരാല്ല. എന്തായാലും വഴി തുടങ്ങൂല. ചെറിയൊരു സ്ക്രാച്ച് ഇന്റെ മിസ്റ്റേക്ക് അല്ല. ഇനി കൊണ്ടുപോയി തട്ടിക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവല്ലേ? നേരെ പോയി നോക്കാം. വരുന്ന വരവില് നമ്മളെ നബിയില് ഒരു ഷർട്ട് എടുത്തിട്ടാ. രസമുണ്ട്. അത് കുഴപ്പമില്ല. സാധനം രസമുണ്ട്. ചെയ്തൊടുക്കുക എത്ര എന്ത് ചെയ്യാനാ? നമുക്ക് മുന്നൊക്കെ ഷർട്ട് എടുത്ത് കൊടുക്കില്ലേ? അപ്പൊ നമ്മള് നബിയിലൊരു ഷർട്ട് മുന്നൊക്കെ മാത്രം എടുത്ത് കൊടുത്തിട്ട് ഓനക്ക് മാത്രം എടുത്ത് കൊടുക്കാവുന്ന മോശമല്ലേ? അതെ മോനെ സ്നേഹബന്ധം. വില എത്രയൊക്കെ ആദ്യോ നമ്മളെ വീഡിയോ കണ്ടപ്പോ സ്ക്രീൻഷോട്ട് ഇട്ടു. ഈ സാധനം ചെക്കനോട് പോലി ആയിക്കോട്ടെ. എനിക്ക് ആക്സിഡന്റ് എത്തിയപ്പോ ഓൺലൈൻ ഉണ്ട് എൻ്റെ ഒപ്പം. സത്യം പറയാം. കാരണം ഒരാവശ്യത്തിന് ഓൺലൈനിന്റെ ഒപ്പം ഉണ്ട് നബിയിലും മുന്നിൽ. അതുകൊണ്ട് പരിഗണിക്കാൻ പറ്റൂല. നമ്മളാകെ ചെക്കനൊരു ഷർട്ട്. അതെ ചെക്കന് അൻസിലെ ഇജും കൂടി ഷർട്ട് എടുത്തോ. ചെല്ല് ഞാൻ നോക്ക് എടുക്ക് ചെല്ല്. നടക്ക്. ഒപ്പം വന്ന ആൾക്കാരെ നമ്മള് ഇത് ചെയ്യാൻ പാടില്ല. ഏത് കൊടുക്കാം എനക്ക് ഏത് കൊടുക്കാം. പാണ്ടി എടുത്തോ. രണ്ടും എനിക്ക് രസമുണ്ട്. എന്റെ ഇഷ്ടം.
നീ നബീലിനെന്താ ഇത് മുന്നേ കാണുവാണല്ലേ? ഇല്ലടാ മുന്നേക്ക് നമ്മളൊന്ന് കൊടുത്തുക്കണ്. മുന്നേക്ക് ഷർട്ടും പാന്റും വാങ്ങിയിട്ടില്ലേ? ഷർട്ടും പാന്റും വാങ്ങി കൊടുക്കണേ. അടുത്ത ഫാൻ സബ്സ്ക്രൈബർ മെന്റല് സബ്സ്ക്രൈബർ ഗൈസ്. എല്ലാവർക്കും ഇവരെ മതി. അതെ അതെ. നടക്കി ഇവന്റെ കൂടി ബില്ലാക്കിട്ട് നമുക്ക് പോവാ. നമ്മള് അഞ്ചിലും ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഹാപ്പി അല്ലേ ജി? പണ്ടവിടെ ഷോറൂം കയറ്റിക്കാണ്ട് ഒരു ടീഷർട്ട് പോയി കൊടുത്ത് പറ്റിച്ചു ഗൈസ്. ചെക്കനെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ തന്നെ ചെക്കൻ വണ്ടി വന്നു. ഈ മേല വണ്ടിയുടെ അങ്ങനല്ല, വണ്ടി ആകുമ്പോ തട്ടുമുട്ടലൊക്കെ. അതെ അത്രേ ഉള്ളൂ. ഇനി ഉണ്ടാവും. അത്രേ ഉള്ളൂ. ചോദിച്ചത് ഓൽക്കെന്തെങ്കിലും പറ്റുമോ? സെറ്റാണ് നമ്മളെ ചെക്കന്മാര്. അതെ മഴ ഒന്ന് ചെറുതായിട്ട് തോർന്നിക്കണം കേട്ടോ. പോവാൻ നോക്കാം. മഴ ഇപ്പൊ കുറഞ്ഞിക്കണേ. അപ്പൊ ഈ ടൈമിൽ നമുക്ക് വേഗം മിന്നാൻ നോക്കാം. തിരിച്ചു പോവാണെങ്കിൽ കഷ്ടകാലത്തിന് ഒരു കാക്ക വണ്ടിന്റെ നമ്മളെ വണ്ടിന്റെ മുന്നിൽ സ്കിഡായി. പായത്തിന് നമ്മള് ചവിട്ടിയോണ്ട് കിട്ടി. എന്ത് ചെയ്യാൻ, ആകെ ആക്സിഡന്റ് ആട്ടോ. ഫുള്ള് ആക്സിഡന്റ്, എവിടെ നോക്കിയാലും ആക്സിഡന്റ്. നോക്കി കണ്ട് പിന്നെ മഴയാണ് കാര്യങ്ങളാണ്. നോക്കി കണ്ട് വണ്ടി ഓടിക്കൊണ്ട് പെട്ടെന്ന് എപ്പോഴാ വണ്ടി സ്കിഡാവണമെന്ന് പറയാൻ പറ്റൂല. ഹെൽമെറ്റ് ഒക്കെ വെച്ച് എല്ലാരും സേഫ്റ്റി ആയിട്ട് വണ്ടി വിട്ടാ. അങ്ങനെ ഞങ്ങള് പെരിയിലെത്തി. മറ്റോ അനിയെ എത്തിയിട്ടില്ല കേട്ടോ. മുമ്പ് എത്താനായിട്ടുള്ളൂ. അമ്മ എന്താ അമ്മാന്റെ അഭിപ്രായം ആക്സിഡന്റിനെ പറ്റിയിട്ട്? എന്താ അമ്മാന്റെ അഭിപ്രായം പറയും. റോഡ് കൂടെ ഇപ്പൊ ഞങ്ങള് വന്നോണ്ടിരിക്കുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. നേരെ മുന്നിൽ. ഞാനും മോട്ടർ ഇങ്ങനെ വരിക. മഴയല്ലേ അപ്പൊ വണ്ടി മുപ്പരത്തുനിന്ന് ഒന്നെങ്കിൽ മുപ്പര് വണ്ടി വന്ന് ഇറങ്ങി, അല്ലെ വണ്ടി സ്കിഡ് തെന്നി. ബൈക്ക് സ്കൂട്ടി നേരെ മുന്നില്. അതാണ് ഇന്നലെ എനിക്ക് സർപ്രൈസ് തരാറുന്നതില്ലേ. അതായത് ഇമ്മാനോട് പറഞ്ഞിട്ടില്ല, ഇമ്മൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഉച്ചക്ക് പറ്റിക്കണ്. എന്നിട്ട് വൈകുന്നേരം രാത്രി പോകുമ്പോ ഇവിടെ കയറി വന്നപ്പോഴാണ് അറിയണത്. എന്നോട് പറയേണ്ട പറഞ്ഞിക്കാണ്. പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ എന്ത് ചെയ്യാനെന്നാ. എന്നിട്ട് വന്നിട്ട് അനുവിനെ ചീത്ത അറിയല്ലേ? അല്ല പിന്നെ സർപ്രൈസ് അങ്ങനത്തെ ഒക്കെ തന്നാ പിന്നെ ചീത്തല്ലേ പറയാ. ഉമ്മ പിന്നെ നല്ല ഉറക്കത്തിലാണില്ലേ? ഇന്നലത്തെ എന്താ നോർമല്ല. ഓനോ ഓൻ പോണോ അല്ലേ? ഞാൻ അന്ത്യോളം ഞാൻ അങ്ങനെ പണിയില്ലല്ലോ. വീണപ്പോ ഞാൻ കുഴങ്ങി. എന്തേലൊക്കെ എടുക്കാതെക്കാൻ പറ്റുമോ? എന്താ എടുക്കണ്ടാത്തൊക്കെ പണിയുണ്ട്. എന്റെ മാറി വന്നപ്പോഴത്തേന് മറ്റേ കത്തി ഒന്ന് കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണുക. ഒന്നേച്ചു പോതി ഞങ്ങള് അതൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോഴാണ് അയാളെ ബുഗലും പാടെ ഫ്രണ്ടില്. അപ്പൊ നമ്മള് ഇതൊക്കെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മളിപ്പോ വന്നാ മയനുള്ളൂ. വരുമ്പ എന്താ നമുക്ക് ഇപ്പൊ എന്താ പരിപാടി? ഇപ്പൊ നോമ്പ് തുറക്കാനൊക്കെ ടൈം ആയില്ലേ? ഇന്നത്തെ ദിവസം അങ്ങനെ പോയി എന്നല്ല പറയാം. ഇന്നലെയാണ് ഇപ്പൊ ഈ സംഭവം പറ്റിയത്. എന്താണ് ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയത്. എനിക്ക് സർപ്രൈസ് തന്നാണ് എന്റെ കുട്ടിട്ടോ. ഞാനല്ലോ ഓന് അനു അനു. അപ്പൊ എന്നാ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ചെക്കനെ കണ്ടില്ലേ? ചെക്കന്റെ അവസ്ഥ. എല്ലാരും ചെക്കനെ വേണ്ടി പ്രാർത്ഥിക്കില്ലേ? എല്ലാരും ദുആ ചെയ്യാൻ പറയും. എല്ലാരും അസുഖം പെട്ടെന്ന് മാറട്ടെ അല്ലേ അമ്മ? എല്ലാവർക്കും ടാറ്റു കൊടുത്താനി. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.